ഇത് മാസ് മോട്ടോഴ്സിനാണ്. നമ്മൾ ഹോണ്ട ആക്റ്റീവ 125 ജനറൽ സർവീസായിട്ട് കയറ്റിയിട്ടുണ്ട്. സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്ക് അഴിച്ച് ചെക്ക് ചെയ്യാനുണ്ട്, ബ്രേക്ക് ലൈനറിൻ്റെ ഭാഗം കേട്ടോ. അപ്പോൾ അത്യാവശ്യം ലൈനർ ഉപയോഗിക്കാനുണ്ട്. നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. കമ്പനി ലൈനർ കിടക്കണം, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനർ തന്നെയാണ്. നമുക്ക് കുറച്ചുകൂടി ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ ക്യാമൊക്കെ കഴിച്ചൊന്ന് ഗ്രീസ് ചെയ്തിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം. പിന്നെ അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നോക്കണ്ട, എയർ ഫിൽറ്ററൊക്കെ ഫുള്ള് ബ്ലോക്ക് ഉണ്ടോ. കമ്പനി ഫിൽറ്റർ തന്നെയാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെ കിടക്കണേ. പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബ്ലോക്ക് ആയിട്ടുണ്ട്, മാറേണ്ട ടൈം ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ കംപ്ലീറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലച്ചിനകത്ത് നമുക്ക് അതിൻ്റെ ബെൽറ്റ് ഓൾറെഡി പൊട്ടി കിടക്കുന്നുണ്ട്, ബേസ് കംപ്ലീറ്റ്. അതേപോലെ തന്നെ റോളർ, ബോസ് ഡ്രൈവ്, പീസ് ലൈഡ് തുടങ്ങിയിട്ട് എല്ലാ ഭാഗങ്ങളും ഡാമേജ് വന്നേക്കണം. പിന്നെ അതേപോലെ തന്നെ CVT ക്ലച്ചിൻ്റെ ആ പുള്ളി പോലുള്ള യൂണിറ്റിൻ്റെ അതിൻ്റെ ബോളർ, അതേപോലെ തന്നെ അതിൻ്റെ റോളറും പിന്നും കൂടിയിട്ട് നമുക്ക് മാറ്റി റീസെറ്റ് ചെയ്യാം. ക്ലച്ച് വെയിറ്റ് സെറ്റ് വന്ന യൂണിറ്റ് ഇത് ഫുള്ളായിട്ടൊന്ന് അഴിച്ച് അതിൻ്റെ പിന്നൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ ബെൻഡെക്സ് യൂണിറ്റിൻ്റെ പെർഫോമൻസൊക്കെ നോക്കുമ്പോൾ ഓക്കെയാണ്, അതിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല. കിക്കറിൻ്റെ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാം. ഈ കവറിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടി കാര്യങ്ങളൊക്കെ ഉണ്ടാകും, അതൊന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് ഹെഡിൻ്റെ സൈഡിൽ ലീക്ക് ഉണ്ട്, എഞ്ചിൻ ലീക്ക് ആയി കാണുന്നത്. അപ്പോൾ നമുക്കത് അഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ആ കവറിൻ്റെ ഉള്ളിലുള്ള ഗ്യാസ്കറ്റ് മാറ്റി റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഭാഗം ക്ലിയറായി പോകും. പിന്നെ എന്ന് വെച്ചാൽ ചോക്കിൻ്റെ കേബിളൊക്കെ നിൽക്കുമ്പോൾ വർക്കിംഗ് ഓക്കെയാണ്. ആക്സിലേറ്റർ കേബിളും വേറെ പ്രോബ്ലം ഇല്ല. ആക്സിലേറ്റർ ഒരല്പം പ്ലേ കുറവ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ തൽക്കാലം നമുക്ക് അത് തന്നെ യൂസ് ചെയ്യാം. പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് വീലിൻ്റെ ബെയറിംഗ് ഓൾറെഡി കംപ്ലൈൻറ്റ് ഉണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് വീലിൻ്റെ ബ്രേക്ക് പാഡ് സെറ്റ് നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുമ്പോൾ ഫുള്ള് തീർന്നിട്ട് ഇവിടെ കയറി പിടിച്ചു തുടങ്ങി. അതായത് ബ്രേക്ക് പാഡ് ഫുള്ള് തീർന്നു, മെറ്റലിൻ്റെ ഭാഗം ഡിസ്പ്ലേറ്റിൽ കയറി പിടിച്ചു തുടങ്ങിയായിരുന്നു. അപ്പോൾ അതും കൂടി കൂടുതൽ നമുക്ക് മാറ്റി വിടാം. അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ ടയറൊക്കെ ആയാലും അത്യാവശ്യം കണ്ടീഷനാണ്, ഉപയോഗിക്കാനുണ്ട്. ബാക്ക് ടയറും നമുക്ക് ഉപയോഗിക്കാനുണ്ട്, കട്ടയൊക്കെ ഉണ്ട് കേട്ടോ. ശരിക്കും നമുക്കത് എടുക്കുമ്പോൾ സാപ്പർ മോഡൽ ടയർ ചൂസ് ചെയ്യുന്നതിന് കുറച്ചുകൂടി ബെറ്റർ നമുക്ക് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ബാറ്ററിയുടെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഇതും ഇരിക്കുന്ന ബാറ്ററി ആമറോണിൻ്റെ ബാറ്ററിയാണ്. അപ്പോൾ നമുക്കതിൻ്റെ ബാറ്ററി ടെസ്റ്റ് കൂടി നടത്തി വിടുന്നുണ്ട്. നമുക്കതിൻ്റെ വോൾട്ട്, ബാറ്ററിയുടെ വോൾട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് 12 വോൾട്ട് കാണിക്കണം. 12.74 ആ റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട്. ബാറ്ററിയുടെ കറക്റ്റ് സ്റ്റാറ്റസ് നമുക്ക് അറിയാനായിട്ട് പറ്റും. ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ഓൾറെഡി കംപ്ലൈൻറ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിലവിൽ എപ്പോൾ വേണമെങ്കിലും സെൽഫിൻ്റെ പ്രോബ്ലം കംപ്ലൈൻറ്റ് ചെയ്യാം, അത് കാണിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓൾറെഡി ബാറ്ററി കംപ്ലൈൻ്റ് ആയിട്ടാണ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഓൾറെഡി ബാറ്ററി കംപ്ലൈൻ്റ് ആണ്. പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗും കൂടി നമ്മളൊന്ന് അഴിച്ച് ചേഞ്ച് ചെയ്യുന്നുണ്ട്, കാരണം അത് എയർ ഫിൽറ്ററും പ്ലഗും കൂടി ഒരുമിച്ചാണ് മാറ്റുന്നത്. പിന്നെ അതിനേക്കാളൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസ് എഞ്ചിൻ ഓയിലിൻ്റെ കേസാണ്. ഓയിൽ ലെവൽ തീരെ കുറവാണ്. അപ്പോൾ മൈനോട്ടായിട്ട് ഓയിൽ കയറി കത്തി പോകുന്നുണ്ടെന്നാണ് നമുക്ക് അതിനകത്ത് മനസ്സിലാക്കാനായിട്ട്. കാരണം എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് ലീക്ക് ഉണ്ട്, പക്ഷേ ആ ലീക്കും കൊണ്ട് ഇത്രയും ഓയിൽ കുറയില്ല. എന്തെങ്കിലും സ്വാഭാവികമായിട്ടും ഓയിൽ കത്തി പോകുന്നുണ്ടാവും. അത് നമുക്ക് ഒരു മാസം അല്ലെങ്കിൽ ഒരു 1000 കിലോമീറ്റർ കഴിയുമ്പോൾ ഓയിൽ കറക്റ്റായിട്ട് ലെവലൊന്ന് കറക്റ്റ് ചെക്ക് ചെയ്യേണ്ടതാണ്. കൂടുതലായിട്ടേ ഓയിൽ ചേഞ്ച്, ഈ ഓയിൽ ലെവൽ കാര്യമായിട്ട് കുറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ നമ്മളത് കൃത്യമായിട്ടത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അത് എന്താണ് അതിൻ്റെ കാരണം എന്ന് നോക്കിയത് പരിഹരിച്ച് വിട്ടില്ല എന്നുണ്ടെങ്കിൽ എഞ്ചിൻ മേജറായിട്ടുള്ള കംപ്ലൈൻറ്റിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണം. അപ്പോൾ ഞാൻ അതിൻ്റെ മൊത്തത്തിൽ വരുന്ന ചിലവുകൾ, അതായത് ഫ്രണ്ട് വീലിൻ്റെ ബെയറിംഗ് ഉണ്ട്, ബ്രേക്ക് പാഡ് ഉണ്ട്, ക്ലച്ചിനകത്ത് ബെൽറ്റ്, വേരിയറ്റ് ബോഡി, ബോസ് ഡ്രൈവ് പറഞ്ഞിട്ടുള്ള ആ യൂണിറ്റുകൾ, അതേപോലെ ഹെഡിൻ്റെ സൈഡിൽ ലീക്കും കാര്യങ്ങൾ, ഇതെല്ലാം ഉൾപ്പെടുത്തി ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഇടാം. വീഡിയോ കാണാം, കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. അതനുസരിച്ചിട്ടാണ് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ.